ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഞാൻ ഓൾറെഡി റിലേഷൻ, പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പുള്ളിയെടുത്ത് ബെസ്റ്റ് സെക്സ് ചാറ്റ് പോലും സുധിച്ചേട്ടൻ. ഇയാൾ ആരാ? എന്റെ തന്തയാണോ താജുദ്ദീൻ? അല്ലല്ലോ, താജുദ്ദീൻ തന്തയൊന്നുമല്ല. ഇനിയൊരു കാര്യം. നമസ്കാരം. രണാസുന, വീണ്ടും രണാസുനയെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. എന്ത് ചെയ്യണ്ടേ, ഇട്ടേ പറ്റൂ എന്നുള്ള രീതിയാണ്. ഒന്നാമത്തെ കേസ്, നമ്മുടെ മറുനാടനെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിട്ട ആ ഒരു വീഡിയോ മുക്കിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മറുനാടനും ഈ പറയുന്ന ഫിറോസുമായിട്ട് ലിങ്ക് ചെയ്താണ് ഈ കേസ് കൊണ്ടു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്നെ പേടിപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, താൻ ആരണോ എന്നെ പേടിപ്പെടുത്താൻ, മറ്റുള്ളവരെ പേടിപ്പെടുത്തും പോലെ എന്നെ പേടിപ്പെടുത്തരുത് എന്നൊക്കെ വെല്ലുവിളിച്ച രണാസുന അവസാനം വീഡിയോ മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി, ഇപ്പം അതൊന്നും പറയാനല്ല. ഇന്നലെ നമ്മുടെ ദേവുവിന്റെ ചാനൽ ദ ടീ ടാക്ക് വിത്ത് ദേവു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഈ പറയുന്ന രണാസുനയുടെ ഇന്റർവ്യൂ. അതിനുശേഷം പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട്, അത് അടുത്ത ഭാഗമായിരിക്കും. സത്യം പറഞ്ഞാൽ സൂപ്പർ ഇന്റർവ്യൂ ആയിരുന്നു. മറ്റുള്ള ഇന്റർവ്യൂസിനെ പോലെ ഈ പറയുന്ന ഈ രണാസുനയെ എടുത്ത് പൊക്കി മറ്റേ വെള്ള പൂശാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇരുന്നത്. കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ കുരുപൊട്ടി ചില സമയത്ത് എനിക്ക് തോന്നും എവള് ദേവുനായിട്ട് പിടിച്ച് തിന്നു എന്നുള്ള രീതിയിലേക്ക് മറ്റൊരു ഒരു സത്യം പറഞ്ഞതിൽ ഈ എന്തോ പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നു. എന്തോ ഒരു തെയ്യെന്ന് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ദേവു വളരെ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട്, അതായത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വെള്ള പൂശാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. പലപ്പോഴും ഇവിടെ കൺട്രോൾ തെറ്റി, ടെമ്പർ തെറ്റി, കുരുപൊട്ടി പലതും വിളിച്ചു പറയുന്നുണ്ട് അതിനകത്ത്. ഒന്നൊക്കെ പിന്നീട് കണ്ടാൽ ചിരിക്കാൻ പറ്റുന്ന ചില കാര്യം അതിന്റെ ഇടയിൽ തന്നെ വീണ എന്ന് പറയുന്നത് പറയാതെ പറയുന്നുണ്ട്, എന്റെ ഈ പറയുന്ന സുധിയുടെ രണ്ടാം വൈഫ് ആയിരുന്നു എന്നും അവൾ അതിൽ സമ്മതിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ ഇത്തിരി ചിരിയുണ്ട്. പിന്നീട് ഈ സംഭവം നിങ്ങൾ പോയി കാണട്ടെ, നമുക്ക് രസമുണ്ട്. ഈ പറഞ്ഞതുപോലെ രണാസുനെ പൊക്കുന്നതല്ല, ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ചാനൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. അവസ്ഥ വന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഈ വ്യക്തി ഇല്ലെങ്കിൽ ഈ ലേഡിയുടെ വോയിസ് മാത്രമാണ് പുറത്തോട്ട് വന്നത്. അതിനുശേഷം 2 ദിവസം ഫേസ് വരുന്നതും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഈവൻ ഒരു സെക്സ് ചാറ്റ്. അതെനിക്ക് അറിയാമല്ലോ പുറത്തു വരുന്നത്. തനിക്ക് എങ്ങനെ അറിയാമെന്നു? താങ്കൾക്ക് എങ്ങനെ അറിയാമായിരുന്നു ഈ പറയുന്ന വീണയുടെ ഈ വോയിസ് പുറത്തു വരുമെന്നു? അതായത് നിങ്ങൾ മുമ്പ് പറഞ്ഞ വീണ അറിഞ്ഞു എന്നുള്ളത് താങ്കൾ അറിഞ്ഞു, അവളെ പറ്റി അപരാധം പറഞ്ഞത് അറിയാമായിരുന്നല്ലേ? അതായത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെയും സുധിയുടെ ഭാര്യയായ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെയും കൊല്ലം സുധിച്ചേട്ടന്റെയും സുധിയുടെ വൈഫായിരുന്ന രേണു സുധിയുടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വരുത്തിയത്, അല്ല വന്നത്? ഓക്കെ, ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കൊല്ലം സുധിയോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ആഹാ, എന്തൊരു സംസ്കാരം, എന്ത് നല്ല സംസ്കാരം. ഈ ദേവുവിന്റെ മുഖം നിങ്ങൾ കണ്ട, കുരുപൊട്ടി അവിടെ ഇരിക്കുകയാണ്. എന്ത് നല്ല സംസ്കാരം. അതായത് ടെമ്പർ വിടുമ്പോ എന്തോ പ്രശ്നമുള്ളതുപോലെ, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല ഇന്റർവ്യൂസിലും. അതായത് എവിടെ പൊക്കുന്ന അല്ലെങ്കിൽ എവിടെ ഈ പറയുന്ന എന്താണ് പിന്നെ വെള്ള പൂശുന്ന അല്ലെങ്കിൽ എവിടെ സൗന്ദര്യത്തെ കുറിച്ച് പുകഴ്ത്തുന്ന പ്രതീഷിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ പറയുന്ന ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഈ രണാസുന തനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ തനിക്ക് ഉത്തരം മുട്ടുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ ടെമ്പർ തെറ്റി മറ്റൊരു തരത്തിലേക്ക് പോകുന്നു. എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ സുധീരുടെ അടുത്ത് കിടന്നു കൊടുത്തുണ്ടാക്കിയ ഒരു മോനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ നിലവാരം, അവരുടെ സംസ്കാരം എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണാസുനെ അടുത്ത് പറയാൻ കിടന്ന് എന്നെ കൊടുക്കണമെന്നില്ല, കൊച്ചുണ്ടാകാൻ വേണ്ടിയിട്ട് പല പൊസിഷനും ഉണ്ട്, കാരണം പല രീതിയിൽ കിട്ടിയിലുണ്ടാക്കാം. എന്നാ എനിക്കിതിന് പറയാനുള്ളൂ. ഇവിടെ ദേവുവിന്റെ മുഖം കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. പൊട്ടി പാളീസായിരിക്കുകയാണ്, ഇതെന്ത് സാധനം, എന്നെ കടിച്ചു തിന്നോ എന്നുള്ളൊരു ഫീലിലാണ് ദേവ് കൂടി ഇരിക്കുന്നത്. ബാക്കി ഇനിയിപ്പം ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധിയുടെ കൂടെ അല്ലേ, എനിക്ക് വിഷയമല്ല. അതായത് ഈ വ്യക്തിയുമായിട്ട് പക്ഷെ ഈ സമയത്താണ് അതെനിക്ക് വർഷം ഞാൻ കേട്ടായിരുന്നു, 2013. ഞാൻ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല കേട്ടോ. എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി
2013 എന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം സുധിയെ എനിക്ക് അറിയില്ലായിരുന്നു സുധിച്ചേട്ടനെ. ഞാൻ 2017 ആദ്യമായിട്ട് സുധിച്ചേട്ടനെ കാണുന്നതും പരിചയപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ 2013 കണക്ക് പറയുന്നത്? ഈ വീഡിയോസും മറ്റും ഒന്നും കാണാത്ത രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പർട്ടിക്കുലർ ഇയറും കാര്യങ്ങളും പറഞ്ഞു, അതും ഫ്രണ്ട്സ് വന്ന് പറഞ്ഞു? തീർച്ചയായിട്ടും ഞാൻ കാണാറില്ല. എന്റെ അമ്മ സത്യം, സുധിച്ചേട്ടനാണ് സത്യം, ഞാൻ കാണാറില്ല. സുധിച്ചേട്ടനുള്ള സത്യം ഞാൻ കാണാറില്ല. ഇവിടെയും കൃത്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ ദേവ് പിടിക്കുന്നുണ്ട്. ഇതും ഈ പറയുന്ന ഫ്രണ്ട്സുകൾ പറഞ്ഞ് കൃത്യമായിട്ട് ഡേറ്റ് വരെ എടുത്ത് പറയുന്നുണ്ട്. ഇതും ഫ്രണ്ട്സുകൾ വന്ന് പറഞ്ഞ് പിന്നെ കേൾക്കുന്നതാണോ അറിഞ്ഞതാണോ എന്ന് കൃത്യമായിട്ട് അവിടെ കൗണ്ടർ അടിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നില്ല. അപ്പോഴും പറഞ്ഞു, ഓ തന്നെ ഞാൻ കാണാറേ ഇല്ല, ഞാൻ മറ്റേ നമ്മുടെ ബുഷിനേക്കാളും ഒബാമയെക്കാളും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദിയെക്കാളൊക്കെ ഭയങ്കര പിന്നെ ബിസി ആയിട്ട് നിൽക്കുന്ന ഷെഡ്യൂൾഡ് ഉള്ള ഒരു മനുഷ്യശ്രീയുണ്ട്. അതൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞതാണ്. സുധിയാണ് സത്യം. മനസ്സിലായ? മരിച്ചുപോയ എന്റെ സുധിയേട്ടനാണ് സത്യം. ഞാൻ ഇതൊന്നും കാണാറില്ല, പക്ഷെ എല്ലാം A to Z കാണുന്നുണ്ട്. ഇനി 1-2 പിന്നെ ഇൻസിഡൻസ് ഉണ്ട്, അതിനകത്തും കൃത്യമായിട്ട് എന്താണ് പറഞ്ഞ എക്സ്പ്രഷൻ ഉൾപ്പെടെ അവള് പറയുന്നുണ്ട്. എന്നിട്ട് പറയും ഞാൻ കാണാറില്ല. ഇനിയെങ്കിലും ലോക കള്ളി, ഇനിയെങ്കിലും നിർത്ത്, ഈ നുണ പറച്ചിൽ നിർത്ത്. ഇനി അടുത്ത എന്താണ് പറയുന്നത് കൂടെ നോക്കാം. ആ ഒരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ട് രേണുസൂതി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് മോശമായ രീതിയിൽ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചിട്ടുണ്ട് ഭാഗമായിട്ട് ഞാൻ വന്ന് സംസാരിക്കുന്നത്. ഞാൻ ആ പേര് പോലും അങ്ങ് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് മോശമായി? എന്റെ പേരാണ്, എന്റെ സെക്സ് ചാറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാനും എതിരായിട്ട് എന്തെങ്കിലും പരാതി കൊടുത്താലോ? എന്റെ പേരാണ് എടുത്ത് പറയുന്നത്. ഓൾറെഡി റിലേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒരു സെക്സ് ചാറ്റ് കൊടുക്കുമ്പോൾ എനിക്കറിയത്തില്ല. റിലേഷൻ ഉണ്ടോ ഇല്ലെന്ന് അറിയാം. ഒരാളെ കിട്ടി സുധി എന്ന് പറയാൻ ഞാൻ അങ്ങോട്ട് ചാറ്റ് അങ്ങോട്ട് ചെയ്ത് എനിക്കറിയില്ല. പക്ഷെ സമ്മതിക്കുന്നുണ്ട്. നോക്കിയോ, ഇനിയാണ് നിങ്ങൾക്ക് ചിരിക്കാനുള്ള സംഭവം. ഞാൻ ഓൾറെഡി റിലേഷൻ പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പുള്ളിയെടുത്ത് സെക്സ് ചാറ്റ് പോലും അല്ല. എന്താ മക്കൾ പറഞ്ഞത്? പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് പറഞ്ഞു വന്നത് പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ സെക്സ് ചാറ്റ് ചെയ്യാൻ പോയില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഒരു അബദ്ധം പിണഞ്ഞു. എന്താണ്? അയ്യോ പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു പോയി. അവിടെ വെച്ച് നിർത്തിയിട്ട് എന്താണ്, ഞാൻ വേണമെങ്കിൽ അത് ആ ഭാഗം ഒന്നുകൂടി കാണിക്കാമേ, ഒരു മിനിറ്റ്. ഇതല്ല, ഒരു മിനിറ്റ്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒരു സെക്സ് ചാറ്റ് കൊടുക്കുമ്പോൾ എനിക്കറിയാം അത് തെറ്റാവുമല്ലോ. ഞാൻ ഓൾറെഡി റിലേഷൻ പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ നിർത്തി സെക്സ് ചാറ്റ് പോലും സുധിച്ചേട്ടൻ. അപ്പൊ കണ്ട അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. പുള്ളിയുടെ വൈഫ് ഉണ്ടായിരുന്നപ്പോ ഞാൻ ഇതുവരെ സെക്സ് ചാറ്റ് പോലും സുധിച്ചേട്ടൻ. മനസ്സിലായോ? എല്ലാം പൊളിഞ്ചു. എന്നിട്ട് ഇത് ആര് പിടിക്കും? ഇത് കൃത്യമായിട്ട് ദേവ് പിടിച്ച് ചോദിക്കുന്നു. പുള്ളിയുടെ വൈഫോ അതാര് ചോദിക്കുന്നുണ്ട്. വൈഫ് എന്ന് പറയുമ്പോ അവിടെ അഗൈൻ കൺഫ്യൂഷൻ വരുന്നത്, ഇപ്പൊ ആദ്യം കല്യാണം കഴിച്ച സ്ത്രീ സൂസൈഡ് ചെയ്തു, അങ്ങനെ രീതിയിലാണ് ആ ഒരു 5 വർഷമായത്. അപ്പോ അത് കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഞാൻ വന്നപ്പോൾ സുധിച്ചേട്ടന്റെ ഒരു മോനെ ഉള്ളായിരുന്നു, സുധിച്ചേട്ടനും ഉണ്ടായിരുന്നു, വീട്ടുകാർക്കും അറിയാം. ഞാൻ ഏതായാലും ഒരു ഭാര്യയുള്ള നിയമപരമായിട്ട് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ കെട്ടാൻ പറ്റുമോ? നിയമപരമായിട്ട് ശേഷം കെട്ടാം, എന്തായാലും ആകട്ടെ. എനിക്കതിന് സുധിച്ചേട്ടൻ എന്റെ പാസ്റ്റിനെ പറ്റി അധികം ചെകഞ്ഞിട്ടില്ല. ഞാൻ ആളുടെ പാസ്റ്റിനെ പറ്റി ചെകഞ്ഞിട്ടില്ല. ആള് ഞാൻ ഡിവോഴ്സ് ആയതിനു ശേഷം കെട്ടാം. അപ്പൊ ഇതിനകത്ത് ദേവ് പിടിക്കുന്നുണ്ട്. മറ്റേ ഭാര്യ മരിച്ചു, ഇപ്പൊ രണ്ടാമതൊരു ഭാര്യ ഉണ്ടായിരുന്നപ്പോ എന്ന് പറയുമ്പോ അത് ചോദിക്കുമ്പോ ഇവള് അവിടെയൊക്കെ വിട്ട് വേറെ എന്തോക്കെ പറഞ്ഞിട്ട് പിന്നീട് വളച്ചു തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരിങ്ങനെ ഒരു ഭാര്യ ഉള്ളപ്പോ എനിക്ക് കെട്ടാൻ പറ്റുമോ? അപ്പൊ ദൈവം ചോദിക്കും ഡിവോഴ്സ് ആയതിനു ശേഷം കെട്ടാം. ഓ ശരി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഊപ്പാട് വരുന്നുണ്ട് ഇവിടെ. ഇത് ഒന്ന്. ഇനി അടുത്ത നമ്മുടെ ആരെ ലങ്ങേരെ വിളിക്കുന്ന തെറി ആരെ, നമ്മുടെ അങ്ങനെ പേരെന്തിര്, ആജ് പത്തനംതിട്ട പുള്ളിയെ വിളിക്കുന്ന തെറി നീ എന്റെ തന്തയാണോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് കേൾക്കാം. ഈ പറയുന്ന കോടികളുടെ തുക അപ്പോ ഇൻഷുറൻസ് ക്ലെയിം ആരാ ഇത് പറഞ്ഞ? ഇൻഷുറൻസ് താജുദ്ദീനാണോ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് തരുന്നത്? എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ്. ശരി. എമൗണ്ട് ഈ പൈസ എവിടെ പോകുന്നു? ഇയാൾ ആരാ? എന്റെ തന്തയാണോ താജുദ്ദീൻ? താജുദ്ദീൻ ഇനി ഒരു കാര്യം, ഇയാളെ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ? പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത്? ഇൻഷുറൻസ് ക്ലെയിം താനാണോ എനിക്ക് തന്നത്? ഇയാൾ എന്തിനാണ് എന്നെ ആവശ്യമില്ലാത്ത പറയുന്നത്? സുധിച്ചേട്ടനെ പറയുന്നു, മരിച്ചുപോയ സുധിച്ചേട്ടനെ പറയുന്നു, മൂത്ത മകനെ പറയുന്നു. ഇയാൾക്ക് എന്താ അവകാശം?
ഇയാളെ പറ്റി ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞ എന്നാന്നറിയോ, ഒരു സാറ് എന്നെ വിളിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ, ഇയാൾ കള്ളത്തരം പറഞ്ഞ ആ ജോലിയിൽ കയറിയെന്നാണ്. എനിക്കതിനെ പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ദേവു. എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്. ഈ താജുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ എന്തുവാ കാണിക്കുന്നത്? ഇയാളെ എന്തെങ്കിലും തോണ്ടി പിടിക്കാൻ ഞാൻ ചെന്നോ? അതിന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, എന്ത് കാരണം അത്രയും സപ്പോർട്ട് എന്ത് സപ്പോർട്ട്? അതേപോലെ പറയുന്ന കാര്യമുണ്ട്. അപ്പൊ ഞാൻ എന്താണ് അയാളെ ചെയ്തത്? രേണു അല്ല, രേണുവിന്റെ പപ്പ അതിന് രേണു സുധിയെ പറ്റി അയാൾ എന്തിനാ പറയുന്നുണ്ട്? സാറെന്നാണ് വിളിച്ചിരുന്നത് രേണുവിന്റെ പപ്പ. പക്ഷെ ബാക്കിലുള്ള മൂളകയുണ്ട്. അത് അയാൾ അങ്ങനെ കാണിച്ചോണ്ടല്ലോ. ഇത്രയും ഹെൽപ്പ് ചെയ്ത വ്യക്തിയെ എന്ത് ഹെൽപ്പ് ചെയ്തത്? അയാള് പറഞ്ഞു, എന്താ പറഞ്ഞ അയാള് മരണ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ശരി, അത് അയാളുടെ ജോലിയാണ്, ജോലിയുടെ ഭാഗമാണ്. ഹെൽപ്പ് ചെയ്തതൊന്നും അയാളെ തള്ളിക്കളഞ്ഞൊന്നും ഇല്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞ ഫോണിൽ സംസാരിച്ചിട്ടില്ല നേരെ. ഇയാൾ സംസാരിച്ചിട്ടുള്ളത് ആ പഴയ വീട്ടിൽ അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ ഇങ്ങനെ അവരുടെ ഇങ്ങനെ പറയണം അങ്ങനെ പറയണമെന്നല്ലാതെ. ഇയാൾ എന്നിട്ട് കിച്ചുവിനെ ഫോൺ വിളിച്ച് എന്ത് മര്യാദക്കാ സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇതല്ലേ ഇയാൾ എന്നോട് പറഞ്ഞു. കിച്ചുവിനെ വിളിച്ചിട്ട് എന്ത് മര്യാദയ്ക്കാ സംസാരിച്ച്? ഇതും ഈ പറഞ്ഞ തമ്പലൈൻ കണ്ട് മനസ്സിലാക്കിയതാണോ? ഇതും തങ്ങളുടെ കൂട്ടുകാരി പറഞ്ഞു എന്ന് മനസ്സിലാക്കിയതാണോ? എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് അയാൾ എന്താ പറഞ്ഞത്, അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കേസ്. അതുകൊണ്ട് ദേവു ഇതിനെ കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. ഇതും ഇവിടെ പറയുന്നുണ്ട്. നാക്കെടുത്ത കളിയെന്ന് വെച്ചാൽ ലോക കളി. ഇതുപോലെ കള്ളം പറയുന്ന ഒരു വ്യക്തി ഈ ഭൂലോകത്തുണ്ട്. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എന്റെ അമ്മയാണ് കള്ളം പറഞ്ഞ് എങ്ങനെ ജീവിക്കുമെന്ന് തോന്നി. 4 സൈഡും 10 100 ക്യാമറയാണ്. മനസ്സിലായോ? അപ്പോ ഇതിനകത്ത് താജുദ്ദീനെ വിളിക്കുന്ന നീ ആരാ, എന്റെ തന്തയാണോ എന്നുള്ള മറുനാടൻ ചോദിക്കുന്നത്, താൻ എന്റെ കെട്ടിയവനാണോ എന്ന് ചോദിക്കുന്നുണ്ട് മറുനാടിന്റെ അടുത്ത്. ഈ പറയുന്ന ഫാദറിന് സ്ഥിരതയില്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്താ താജുദ്ദീന് താൻ എന്റെ തന്തയാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി കാണിച്ചിട്ട് നിർത്താടെ, കുറെ ഉണ്ട്, അതിൽ പോയി കാണ്. എനിക്ക് പ്രതികരിക്കാൻ ഇത് സംസാരിക്കുന്നതിന്റെ താഴെ വന്ന കമന്റ്സ് മുഴുവൻ ഇതായിരിക്കും, അവൾ അഹങ്കാരി. എന്ത് അഹങ്കാരി? ഇപ്പൊ ഉള്ള ആദ്യ കാലഘട്ടത്തിൽ നിന്നും ആദ്യത്തെ ഒരു ആൽബത്തിന്റെ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കാലഘട്ടത്തിൽ കയറി വരുമ്പോൾ മേ ബി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം എന്തോ സംസാരത്തിൽ ഒരു അഹങ്കാര ചൊവ, അല്ലെങ്കിൽ നീയകാരാടാ എന്നുള്ള രീതിയിലുള്ള ഒരു ടോൺ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് അഹങ്കാരമില്ല, ബോൾഡ്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സംസാരിക്കാൻ എനിക്കുള്ളിൽ ഒരു ധൈര്യം വേണം. ആ ധൈര്യമാണ് ഇവർ ടൈമിൽ കിട്ടിയത്. അത് പണ്ടേ ഉള്ള ഒരു ക്യാരക്ടർ ആണോ ഈ മുഖത്തടിച്ച് സംസാരിക്കുന്നത്? ഓൾറെഡി മുഖത്തടിച്ച് സംസാരിക്കാൻ എനിക്ക് ഓൾറെഡി എന്താ പറയാ, ശരിയാണ്. ആരെന്ത് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരു പ്രകൃതം ഓൾറെഡി ഉള്ളത്, പുതിയതായിട്ട് മുളച്ചു വന്നോന്നും അല്ലടാ. അങ്ങനെ എന്തായാലും കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ചാക്കിനകത്ത് കെട്ടിവെച്ച കേസ്, നമ്മളൊക്കെ പൊതുവെ ആക്രിയാണ് ചാക്കിനകത്ത് കെട്ടിവെക്കുന്നത് എന്നൊക്കെ ദേവ് പറയുന്നുണ്ട്. അവിടെയൊക്കെ കുരു പൊട്ടി, തിന്നാതിരുന്നത് ഭാഗ്യം. ദേവിനെ പിടിച്ച് തിന്നാതിരുന്നവർ അത്രയ്ക്ക് കുരു പൊട്ടിയാണ് ഇരുന്നത് എന്നുള്ളത് ഈ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഇന്റർവ്യൂ പോയി കാണുന്നതായിരിക്കും നല്ലത്. കുറച്ചു നേരം ചിരിച്ച് നമുക്ക് ആസ്വദിക്കാം. ഇങ്ങനെ 1-2 ആൾക്കാരെങ്കിലും ചോദിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ചെയ്യുന്നത്